ഹായ് ഗൈസ്, ഞാൻ ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പം കുറേയധികം കളക്റ്റബിൾസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന്. മേ ബി 90s കിഡ്സിന് ഇതൊക്കെ ഓർമ്മ കാണുമായിരിക്കും. ഇത് എൻ്റെ കുറച്ച് സ്റ്റാമ്പ് കളക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ സ്റ്റാമ്പ് ഫുള്ള് നമ്മളാണെങ്കിൽ കുട്ടിയായിട്ടിരുന്നപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ കളക്ട് ചെയ്തതാണ്. ഇതിനകത്ത് ചേട്ടൻ്റെയും ചേച്ചിയുടെയും എല്ലാം ഉണ്ട്. അവർ കളക്ട് ചെയ്ത ശേഷം അതെനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് എൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ ബുക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇതൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്നേ. പിന്നെ അതുകൊണ്ട് കണ്ടോ, ഇതെല്ലാം കുറേയധികം കോമിക് ബുക്സാണ്. ഇത് കുറേ അയ്യപ്പൻ്റെ കലണ്ടേഴ്സ്. പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, നമ്മൾ ഈ കിസാൻ്റെ ഷേക്ക് വാങ്ങുമ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന കാർഡ്സ് ആയിരുന്നു പോക്കിമോൻ്റെ. പിന്നെ ഇത് ടിങ്കിൾ ഡൈജസ്റ്റ്. പിന്നെ കുറേയധികം ഡയറീസ് എനിക്ക് കിട്ടി പഴയത്. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് തുറന്ന് നോക്കണം, ഇതൊക്കെ എത്ര വർഷമായതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ബോയ്സിന് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും, കാരണം പെൻ ഫൈറ്റിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പേന ഒന്നായിരുന്നു ടെക്നോ ടിപ്പും പിന്നെ അതുപോലെ തന്നെ പിൻ പോയിൻറ്റും ഒക്കെ. അതിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഇതെല്ലാം നോക്കിയപ്പം. പിന്നെ ഏതോ ഒരു പഴയ ഗെയിം പാരീസ് ചേസ്, എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാൻ കുറേ യൂസ് ചെയ്ത വാച്ചുകൾ. ഇതെൻ്റെ ഫസ്റ്റ് കളറിങ് കിറ്റായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുമ്പോഴാണ് എനിക്കിത് ആദ്യമായിട്ട് വാങ്ങിച്ചു തരുന്നത്. പിന്നെ ഇതും 90s കിഡ്സിന് ഓർമ്മ കാണും, ഡ്യുവൽ മാസ്റ്റർ എന്നായിരുന്നു ഈ കാർഡിൻ്റെ പേര്. ഇതൊരു കാർട്ടൂൺ നെറ്റ്വർക്കിലൊരു TV സീരീസ് ആയിരുന്നു. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ഫോണാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗാലക്സി വൈ, ഇതൊരു ചൈനീസ് ഫോണാണ്, ഗാലക്സി വൈ. അത് കഴിഞ്ഞിട്ട് LG G3. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു MI A1. അതെൻ്റെ അനിയൻ നന്ദു എടുത്തുകൊണ്ട് പോയി, പിന്നെ അത് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർജുൻ എനിക്ക് തന്നതാണ്. അവൻ്റെ അച്ഛനാണെങ്കിൽ US പോയിട്ട് വന്നപ്പം ഇത് ഇപ്പോഴും ഒരു ഭയങ്കര ഓർമ്മയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആൽഫൈൻ ലീബയുടെ കിട്ടുന്ന കാർഡ്സ് ആയിരുന്നു. മേ ബി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. ഇത് പോക്കിമോൻ്റെ കാർഡ്, ഇത് റെസ്ലിങ്ങിൻ്റെ കാർഡ്സ് ഉണ്ടായിരുന്നു. സ്റ്റിക്കറൊക്കെ മാറിപ്പോയി. പിന്നെ ഇതും അതുപോലെ എന്തോ ഒരു കളക്റ്റബിൾ ബൂമറിൻ്റെ കൂടെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ബൂമറിന്ന് നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രസൻ്റ് ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇതും കുറേ കളക്റ്റബിൾസാണ്. ഇതൊക്കെ ഗൾഫിലൊക്കെ യൂസ് ചെയ്യുന്ന കാർഡ്സ്. BPL ആൾക്കാർക്ക് ഓർമ്മയുണ്ടോയെന്ന് തന്നെ അറിയില്ല, ബട്ട് സ്റ്റിൽ BPL എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അതുപോലെ എസ്കോട്ടൽ ഉണ്ടായിരുന്നു, എയർടെൽ മാജിക്, എക്സൽ, എസ്കോട്ടലൊക്കെ മേ ബി ഒരു 2000-2001 ആ കാലഘട്ടത്തിൽ ഉള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു അയൺമാൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇതും ഏകദേശം 2000-2002 ആ റേഞ്ചിലാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പിന്നെ ഇത് നെയിം സ്ലിപ്പ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുക്കിലെല്ലാം നെയിം സ്ലിപ്പ് നമ്മൾ ഒട്ടിക്കുമായിരുന്നു. അങ്ങനെ കുറേ അധികം നെയിം സ്ലിപ്പുകൾ ഞാൻ സേവ് ചെയ്തത്. പിന്നെ ഇത് 10 പൈസ, 20 പൈസ, 5 പൈസ. പിന്നെ ഇത് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും പരിചിതമായിരിക്കും. ഇത് വെളിയിലുള്ള കോയിൻസാണ്, കുറേയധികം സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ഇതും ബിഗ് ബബിളിൻ്റെ കൂടെ ഒരു 2002-2003 കാലഘട്ടങ്ങളിൽ നമ്മൾ ബിഗ് ബബിൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കാർഡുകളായിരുന്നു. ഇഷ്ടം പോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചോക്കി, ഒരു സ്റ്റിക്കിനകത്ത് ചോക്കി എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് വരുമായിരുന്നു. 2 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു അന്ന്. ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അന്ന് കിട്ടിയ കളക്റ്റബിൾസാണ്. ഇത് ഞാനും അർജുനും ജോർജി ചാച്ചനും എന്നും കളിച്ചുകൊണ്ടിരിക്കുന്നൊരു മെമ്മറിയിലൊന്നാണ്. പിന്നെ ഇത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അർജുനും അനന്തുവിനും മിക്കവാറും അറിയായിരിക്കും, കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തൊരു ഗെയിം എന്ന് പറയുന്നത് ബേബ്ലേഡ് ആയിരുന്നു. അന്ന് ചീറ്റോസിൻ്റെ കൂടെ ടാസോസ് കിട്ടുമ്പം ഇതുപോലെ എടുത്തുകൊണ്ട് വന്ന് അർജുൻ്റെ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ രാവും പകലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരുന്നൊരു ഗെയിമായിരുന്നു ഇത്. ഇതൊക്കെ ഒരു കൗതുകമാണ്. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ബേബ്ലേഡുകളാണ്. ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഞാനിങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് തന്നെ അറിയില്ല ഇത്രയും കളക്ഷൻ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ വിശ്വാസം വരുന്നില്ല. താങ്ക് യു എവരിവൺ.